ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തു. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പോറ്റിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തു. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പോറ്റിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അശ്വത, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ 14 ദിവസത്തേക്കായിരുന്നു കോടതി റിമാൻഡ് ചെയ്തിരുന്നത്. 13 ദിവസം കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ നാളെയാണ് ആ റിമാൻഡ് കാലാവധി കഴിയുക. അതിനാൽ തന്നെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. കോടതിയിൽ വീണ്ടും ജയിലിലേക്കാണ്, തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ വിട്ടിരിക്കുന്നത്. ജയിലിൽ നിന്ന് റിമാൻഡ് കാലാവധി നാളെ അവസാനിക്കും. നാളെ വീഡിയോ കോൺഫറൻസ് വഴി റാന്നി കോടതിയിൽ വീണ്ടും ഹാജരാക്കുകയും ചെയ്യും. സ്വാഭാവികമായി റിമാൻഡിൽ വീണ്ടും കോടതി വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മോഷ്ടിച്ച കേസ് 3200/25 ആ കേസിലാണ് നടപടികൾ തുടരുന്നത്. ഇതുവരെയും കട്ടളപ്പാളി സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ആ അറസ്റ്റ് ഉൾപ്പെടെ 3-ാം തീയതി രേഖപ്പെടുത്തുകയും പിന്നീട് കോടതിയിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത് റിമാൻഡ് കാലാവധി കസ്റ്റഡി കാലാവധി, പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയായിരുന്നു. 13 ദിവസത്തേക്കായിരുന്നു മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. നാളെ 14-ാമത്തെ ദിവസം റിമാൻഡ് കാലാവധി കഴിയും. നാളെ കോടതിയിലേക്ക് നേരിട്ട് ഹാജരാക്കില്ല, പകരം വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുക. അതിനുശേഷം 3-ാം തീയതി പ്രൊഡക്ഷൻ വാറന്റ് ഹാജരാക്കും. ഈ കട്ടിളപ്പാളിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ച കേസിലായിരിക്കും ഇനി നടപടികളുണ്ടാകുക. ഇതുവരെയും മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സന്നിധാനത്തെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടില്ല. സ്വാഭാവികമായി ഇനി വീണ്ടും തെളിവെടുപ്പിൻ്റെ ആവശ്യമുണ്ട്. സ്വാഭാവികമായും തന്നെ അതിനാൽ തന്നെ ഈ നാളെ വീഡിയോ കോൺഫറൻസ് വഴി കോടതി ഹാജരാക്കിയ ശേഷം 3-ാം തീയതി പ്രൊഡക്ഷൻ വാറന്റ് മേടിച്ച് കസ്റ്റഡിയിൽ മേടിച്ച ശേഷമായിരിക്കും വീണ്ടും തെളിവെടുപ്പ് നടത്തുക. നാളെ മുരാരി ബാബുവിനും റാന്നി കോടതിയിൽ എത്തിച്ച് ഹാജരാക്കും. കാരണം മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയും ചെയ്യും. ശരി, ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡ് ചെയ്തു. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. പോറ്റി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. സുജു ടി ബാബു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.